ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ് മക്കളെ? ഏതാണ്? മർമഗോവ അല്ലെ? ഗോവ എവിടെയാണ്? സുവാരി നദി അല്ലെ? സുവാരി നദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്ത് മർമഗോവയാണ്, സുവാരി നദിയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? പിന്നെ വിഒ ചിദംബരം തുറമുഖം എന്താണ്? എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്, നമുക്ക് എല്ലാം ഓർമ്മ വരും അല്ലെ? ആദ്യകാല നാമം എന്തായിരുന്നു? നാമം എന്താണ്? തൂത്തുക്കുടി തുറമുഖം അല്ലെ? ടൂറ്റുകോറിയൻ അല്ലെ? തൂത്തുക്കുടി തുറമുഖം അല്ലെങ്കിൽ തൂത്തുകോറിയൻ എന്നൊക്കെ അറിയപ്പെടും അല്ലെ? ആരായിരുന്നു? ഓക്കെ ആണോ? മേജർ തുറമുഖമായി പ്രഖ്യാപിച്ച എപ്പോഴാണ്? അത് ആവശ്യമില്ല, എന്നാലും മേജർ 1974 ആണ് കേട്ടോ. 1974 കൂടി ഓർത്തു വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ മനുഷ്യനിർമ്മിത അല്ലെ? മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. ഏതാണ്? മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ് ഏത്? ഈ വിയ്യൂർ ചിദംബരം തുറമുഖം എന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഇതിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന എന്താണ്? ഇവിടെ ഉപ്പാണ് കേട്ടോ. ഏതാണ്? നമ്മൾ മർമഗോവയിൽ എന്താ പറഞ്ഞത്? ഇരുമ്പ് എന്ന് പറഞ്ഞു അല്ലെ? ഇവിടെയാണെങ്കിലോ ഉപ്പാണെന്നും കൂടി ഓർത്തു വെക്കുക. അതുപോലെ ഈ പാണ്ഡ്യന്മാരുടെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രധാന തുറമുഖമായി കണക്കാക്കിയതൊക്കെ ഏതാണ്? തൂത്തുക്കുടിയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന ഇതാണ് ട്ടോ. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഈ തൂത്തുക്കുടി തുറമുഖമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മതിയോ മക്കളെ? പതുക്കെ പോണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? എനിക്ക് അറിയാത്ത, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്. കപ്പലോട്ട് തമിഴ് എന്നൊക്കെ പറയും ട്ടോ. സ്പീഡിൽ മതിയാണോ? ഓക്കെ. ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഗതാഗതമായിട്ടോ തുറമുഖമായിട്ടോ അല്ലെങ്കിൽ റെയിൽവേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത്രയും ഞാൻ ടെൻഡൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും പറഞ്ഞു അല്ലെ? ഏതാണ് ഇന്ത്യയുടെ മുത്ത് എന്ന് നമ്മൾ പറഞ്ഞു? ഏതാണ്? ഓപ്ഷൻ എ വരും. എന്താണ്? ഓപ്ഷൻ എ വരും അല്ലെ? അല്ലേ? പാരാദ്വീപ് തുറമുഖം എന്താ പ്രത്യേകത? പറഞ്ഞേ. പാരാദ്വീപ് തുറമുഖം എന്താണ്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഒഡീഷയിലാണ്. ഇതും ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ് കേട്ടോ. എവിടെയാണ്? മനുഷ്യനിർമ്മിത തുറമുഖമാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? അതുപോലെ ഈ സ്വതന്ത്രം ഇന്ത്യയിലെ ആദ്യത്തെ പൂർവ്വതീര തുറമുഖം എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഓക്കെ. അതുപോലെ ഇവിടെയും ഇരുമ്പയിര് തന്നെയാണ് കയറ്റുമതി. ഇവിടെയും ഇരുമ്പയിരാണ്, ഇവിടെയും ഇരുമ്പ് തന്നെയാണ്. പക്ഷെ ഇത് എവിടെയാണ്? ജപ്പാനിലേക്കാണ് കൂടുതൽ കേട്ടുന്നത്. എവിടെയാണ്? ജപ്പാനിലേക്കാണ് കൂടുതൽ കേട്ടുന്നതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? അതുപോലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖം ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖമാണ് ഏത്? ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖമാണ് ഏതാണ്? ആർട്ടിഫിഷ്യൽ ലഗൂണ് അത് പാരാദ്വീപും ഉണ്ട്, പിന്നെ ന്യൂ മാംഗ്ലൂരും ഉണ്ട് കേട്ടോ. ന്യൂ മാംഗ്ലൂരും കൂടി ഉണ്ടോ? ഓക്കെ ആണോ? വിശാഖപട്ടണം തുറമുഖം എന്താ പ്രത്യേകത? വിശാഖപട്ടണം തുറമുഖം കമന്റ് ചെയ്തേ. എന്താണ്? സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നമുക്ക് എല്ലാം അറിയാം. എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ? ആന്ധ്രാപ്രദേശമാണെന്ന് അറിയാം അല്ലെ? ഓക്കെ. ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ്? ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം അല്ലെ? തിളക്കമുള്ള രത്നം. അതുപോലെ തന്നെ കിഴക്കൻ തീരത്തെ രത്നം എന്നറിയപ്പെടുന്ന ഏതാണ്? കിഴക്കൻ തീരത്തെ രത്നം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള തുറമുഖം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. തെറ്റാണോ? ഏറ്റവും ആഴം കൂടിയ എന്താണ്? ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖമാണ് ഏത്? ഈ വിശാഖപട്ടണം. അതുപോലെ നാവികസേനയുടെ ഈസ്റ്റേൺ സോൺ ഒക്കെ കമാൻഡ് ആസ്ഥാനം എവിടെയാണ്? നാവികസേനയുടെ ഈസ്റ്റേൺ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇവിടെ വിശാഖപട്ടണമാണ് കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ?
ചെന്നൈ തുറമുഖം എവിടെയാണ്? നമുക്കറിയാം ഇന്ത്യയിലെ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള തുറമുഖമാണ് ഏത്? ഈ ചെന്നൈ തുറമുഖം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതിൽ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ് ഏത്? ഈ ചെന്നൈ തുറമുഖം. ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ് ഏത്? ഈ ചെന്നൈ തുറമുഖം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ഗേറ്റ് വേ ഓഫ് സൗത്ത് എന്ന, നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്താ പഠിച്ചത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? മുംബൈ അല്ലേ? അപ്പൊ ഗേറ്റ് വേ ഓഫ് സൗത്ത് എന്നറിയപ്പെടുന്ന ഏതാണ്? ഓട്ടോമാറ്റിക് നമുക്കറിയാം അത് ചെന്നൈ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. താഴെ പറയുന്നത് വിലയിരുത്തി ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖമാണ് കാമരാജൻ തുറമുഖം. ആണോ? ആണോ? കമന്റ് ചെയ്തേ. ശരിയാണ് അല്ലെ? കാമരാജൻ തുറമുഖം അല്ലേ ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം അല്ലേ? എവിടെയാണ്? ആദ്യകാല പേരെന്താണ് ഇതിന്റെ? എണ്ണൂർ തുറമുഖമാണ്. ഇതാണ് എണ്ണൂർ തുറമുഖമാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എണ്ണൂർ തുറമുഖമാണ് കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം രൂപം കൊണ്ട തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ആണെന്ന് പറയുന്നു. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ശരിയാണ്. കൊൽക്കത്ത തുറമുഖമാണ് ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം എന്ന് പറയുന്നത്. അതും ഇവിടെ ശരിയാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നും കിഴക്കൻ തീരത്തിന്റെ രത്നം എന്നും അറിയപ്പെടുന്നത് കൊച്ചി തുറമുഖമാണെന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. അത് ഏതാണ്? വിശാഖപട്ടണമാണ് അല്ലെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഏതാണ് തെറ്റ്? ഏതാണ് തെറ്റ്? 1ഉം 2ഉം 3ഉം മാത്രം. ഓപ്ഷൻ സി. 4ാമത്തത് തെറ്റാണ്. ഓക്കെ ആണോ മക്കളെ? തെറ്റാണോ മക്കള്? തെറ്റാണോ? കാമരാജൻ എന്താ പ്രത്യേകത? നമ്മൾ പറഞ്ഞു 800 അല്ലെ? ഇതൊരു കോർപ്പറേറ്റ് തുറമുഖമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത, ഇതൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖമാണ് ഈ കാമരാജൻ തുറമുഖം. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖമാണ് കാമരാജൻ. എനർജി പോർട്ട് ഓഫ് ഏഷ്യ അല്ലെ? അതായത് ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട്, എനർജി പോർട്ട് ഓഫ് ഏഷ്യ. ഈ പേരൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നും എക്കോ ഫ്രണ്ട്ലി പോർട്ട്, സൗഹൃദമായിട്ടുള്ളത് അല്ലെ? ഇതൊക്കെ ഏതാണ്? കാമരാജനാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റാണോ മക്കളെ? ഓക്കെ ആണോ? കൊച്ചി തുറമുഖം നിലവിൽ വന്നത് എന്ന്? കൊച്ചി തുറമുഖം നിലവിൽ വന്നത് എന്നാണ് എന്റെ ചോദ്യം. എപ്പോഴാ മക്കളെ? എപ്പോഴാണ്? കമന്റ് ചെയ്തേ. എപ്പോഴാ മക്കളെ കൊച്ചി തുറമുഖം വന്നത്? 1936 അല്ലെ? 28-ലാണോ വന്ന്? എപ്പോഴാ വന്ന്? 36-ലാണോ വന്ന്? 1928-ലാണ് വന്ന്. 36-നെയാണ് മേജർ തുറമുഖമാക്കിയത്. എപ്പോഴാണ്? മേജർ തുറമുഖമാക്കിയതാണ് 36 അല്ലെ? ഓക്കെ ആണോ? കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? ഓക്കെ ആണോ? കൊച്ചിൻ സാഗ എന്നറിയപ്പെടുന്നതാണ്. കൊച്ചിൻ സാഗ ഇയാളാണ്. ആരാണ്? അത് റോബർട്ട് ബ്രിസ്റ്റോ ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? അതിൽ 1964 എന്താ പ്രത്യേകത? 72 എന്താ പ്രത്യേകത? 72 കൊച്ചിൻ ഷിപ്പ്യാർഡ് കേട്ടോ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് വന്നത്. ദെൻ 64 എന്താ പ്രത്യേകത? കമന്റ് ചെയ്തേ. കമന്റ് കാണാനില്ല. 28 മെയ് 26 തന്നെയാണ് കേട്ടോ അല്ലെ? മെയ് 28 വേണമെന്നില്ല, 26 ആണെന്നും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. 64 എന്താ പ്രത്യേകത? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് വന്നു കേട്ടോ. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് വന്നത് 64-ലാണ് കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? കേരളത്തിലെ മേജർ തുറമുഖമാണ് അല്ലെ കൊച്ചി. ഏതാണ്? കേരളത്തിലെ മേജർ തുറമുഖമാണ് കൊച്ചി എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ
തടാക തുറമുഖം കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാണ് മക്കളെ? അത് കൊച്ചിയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. അതുപോലെ ഈപ്പോർട്ട് തുറമുഖം ഏതാണ്? ഈപ്പോർട്ട് തുറമുഖം ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എല്ലാം ചോദിച്ച കാര്യമാണ് ഈപ്പോർട്ട് അല്ലെ. വല്ലാർപാടമൊക്കെ എവിടെയാണ്? വല്ലാർപാടം ടെർമിനൽ എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വല്ലാർപാടവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഇതിലാണ്, ഈ കൊച്ചിൻ തുറമുഖത്തിലാണെന്ന് അല്ലെ. അറബിക്കടലിന്റെ റാണി എന്നല്ലേ, റാണിയാണോ രാജ്ഞിയാണോ? റാണിയാണോ രാജ്ഞിയാണോ? റാണി അല്ലെ. ആരാ വിശേഷിപ്പിച്ചത്? RK ഷൺമുഖം ഷെട്ടിയാണ് വിശേഷിപ്പിച്ചത്. 1936 വിശേഷിപ്പിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഈ കൊച്ചി തുറമുഖം എങ്ങനെയാണ് ഉണ്ടായത്? ഉത്ഭവത്തിന് കാരണം എന്താണ്? 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം അല്ലേ. സെറ്റ് അല്ലേ? ഓക്കെ, ഞാൻ എന്തൊക്കെയോ പറയുന്നു, നിങ്ങൾ എന്തൊക്കെയോ കേൾക്കണം. നോക്കാം, ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തു അല്ലെ. ഇന്ത്യയിലെ താഴെ പറയുന്നത് വിലയിരുത്തുക. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് ഏത്? ദീൻ ദയാൽ തുറമുഖം. നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും, ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ് ഏത്? കൊൽക്കത്ത തുറമുഖം എന്ന് പറയുന്നു. ശരിയാണോ? അല്ല, നമ്മൾ അപ്പോൾ എന്താ പറഞ്ഞത്? ചെന്നൈ തുറമുഖമാണ്. ഏതാണ്? ചെന്നൈ തുറമുഖമാണ്. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം എന്ന് പറയുന്നു. അത് ശരിയാണ്. നമ്മൾ അപ്പഴേ പറഞ്ഞില്ലേ, ഇന്ത്യൻ രത്നം എന്നും അല്ലെ, കിഴക്കൻ തീരത്തെ മുത്തൊക്കെ കുറെ പറഞ്ഞില്ലേ, അതൊക്കെ ഏതാണ്? വിശാഖപട്ടണമാണ് അല്ലെ. ഇന്ത്യയിലേക്ക് നദീജന്യമേത തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഒരു മനുഷ്യ നിർമ്മിത എന്താണ്? തുറമുഖമാണ് ഏതാ മക്കളെ? പാരാദീപ് തുറമുഖം. അതും ശരിയാണ്. അപ്പൊ ഏതാണ് തെറ്റ്? 1, 3, 4, 5 ഒക്കെ ശരിയില്ലേ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? സെറ്റ് ആണോ? കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് എന്താണ്? എന്താ പേര്? ജെസ്സിയന് എന്താ കമന്റ്? എനിക്ക് മനസ്സിലായില്ല മോളെ. എന്താണ്? ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. എന്താണ്? ശ്യാമപ്രസാദ് അല്ലെ, ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമാണെന്നും കൂടി ഓർത്തു വെക്കുക. എന്താണ്? ശ്യാമപ്രസാദ് അല്ലെ. അപ്പൊ നമ്മൾ അപ്പളെ വേറൊന്ന് പഠിച്ചല്ലോ, ശ്യാമപ്രസാദ് മുഖർജി ടണൽ. ഏതാണ്? ശ്യാമപ്രസാദ് മുഖർജി ടണൽ ഏതാ? ചനാനി നാശ്രി അല്ലെ. ചനാനി നാശ്രി എന്താണ്? മറന്നുപോയോ? അതും ഇതന്നെയായിരുന്നു. പുതിയ പേരെന്തായിരുന്നു? ശ്യാമപ്രസാദ് മുഖർജി ടണലാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? അല്ലെ. എത്രയായിരുന്നു നീളം പഠിച്ചത്? 9.22 കിലോമീറ്റർ പഠിച്ചു അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കമാണെന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? നമ്മൾ പറഞ്ഞു, RK ഷൺമുഖം ഷെട്ടിയാണെന്ന് കൂടി പറഞ്ഞു. ഓക്കെ ആണോ? തെറ്റാണോ? ഓക്കെ. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന എന്താണ്? കപ്പലുകളുടെ ശവപ്പറമ്പ് ഏതാണ് മക്കളെ? എന്താണ്? കമന്റ് ചെയ്തേ, കമന്റ് വരുന്നില്ല. അലാങ്ങാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഏതാണ്? അലാങ്. അപ്പൊ ഡോക്ക് എന്താണ്? കമന്റ് ചെയ്തേ. ഡോക്ക് എന്താണ്?
ഡോക്ക്. കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതാണ്, മാറിപ്പോണ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതാണ് ഡോക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് നമ്മൾ അലാങ്ങെന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ വിമാനങ്ങളുടെ ശവപ്പറമ്പ് ഏതാണ്? വിമാനങ്ങളുടെ ശവപ്പറമ്പ് ജസ്റ്റ് ചോദിച്ചോളൂ കേട്ടോ, ഏതാണ്? ഏതാണ് വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറയുന്നത്? അലാങ് എവിടെയാണ്? ഗുജറാത്ത് ആണ് കേട്ടോ. അലാങ് എവിടെയാണ്? ഗുജറാത്ത് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ബർമുഡ ട്രയാങ്കിൾ ആണോ സർഗാസോ കടലാണോ? ഏതാണ്? ബർമുഡയാണോ സർഗാസ് ആണോ? ഏതാണ്? അപ്പൊ സർഗാസോ കടൽ എന്താണ്? ഓപ്ഷനിൽ സർഗാസോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റിക്കോ? തെറ്റാണോ? ഏതാണ്? വിജില പറയണോ സർഗാസ ആണോ? ടീച്ചറെ ചോദിക്കുന്നു. ഏതാണ്? ഈ ബർമുഡ ട്രയാങ്കിൾ ഏത് സമുദ്രത്തിലാണ്? ഏത് സമുദ്രത്തിലാണ് മക്കളെ? കമന്റ് ചെയ്തേ. ഇതോ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. ഏത് സമുദ്രത്തിലാണ്? കമന്റ് കാണാനില്ല. അറ്റ്ലാന്റിക് ആണോ? ആണോ? അറ്റ്ലാന്റിക് ആണോ? ടൈറ്റാനിക് ഒക്കെ എവിടെയാണ്? അറ്റ്ലാന്റിക് ആണ് മക്കളെ. ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഉള്ളിൽ ഒരു കടൽ ഉണ്ടാവും. ഏതാണ്? അത് സർഗാസോ കടലാണ്. ഈ സർഗാസ കടലിന് ഒരു അതിരുകളൊന്നുമില്ല. അതിന്റെ ഒരു ഭാഗമാണ് ഈ ബർമുഡ ട്രയാങ്കിൾ. അപ്പൊ സർഗാസോ കടലാണെങ്കിലും ബർമുഡ ട്രയാങ്കിൾ ആണ് സെയിം ആണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? മനസ്സിലായോ? ഈ കടലിന്റെ അവിടുത്തെ ഇത് സമുദ്രമല്ലേ ഈ അറ്റ്ലാന്റിക്. കാരണം സർഗാസ കടൽ അവിടെ ഉണ്ട്. അതിന് ഈ സർഗാസ കടൽ 4 സ്ഥലം അതിരുകളൊന്നുമില്ല. അതിന്റെ ഒരു ഭാഗമാണ് ഇത് ഈ ബർമുഡ ട്രയാങ്കിൾ. അപ്പോ വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞാൽ സർഗാസവും കറക്റ്റ് ആണ്, ബർമുഡ ട്രയാങ്കിളും കറക്റ്റ് ആണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റായോ? മനസ്സിലായോ? ഇവിടെയെല്ലാം വിമാനങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും കുറെ പോയ സ്ഥലത്ത് അവിടെ ഭയങ്കര വൈബ്രേഷൻ ആണ്, പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ കുറെ നമുക്ക് അറിയാലോ അല്ലെ? സെറ്റാണോ? മനസ്സിലായോ? ഓക്കെ, ഇത് പണ്ടും എനിക്ക് ഡൗട്ടായി. ഈ സമുദ്രവും കടലും ഒന്നാണോ? എന്താണ് ഈ സമുദ്രവും കടലും തമ്മിൽ വ്യത്യാസം? ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. ഏതാണോ? വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? കമന്റ് ചെയ്തേ. ഏതാണ്? 2023 ഒക്ടോബർ 15-നാണ്. എപ്പോഴാണ്? 2023 ഒക്ടോബർ 15-നാണ്. ഓർത്തു വെക്കുക. ആരാണ് ശിലാസ്ഥാപനം നടന്ന വർഷം? എപ്പോഴാണ്? 2015 ഡിസംബർ അല്ലെ? ശിലാസ്ഥാപനം നടന്ന എപ്പോഴാണ്? 2015 ഡിസംബർ 5-നാണ് കേട്ടോ. അതാണ് തറക്കല്ലിട്ടത്. ഉദ്ഘാടനം ചെയ്ത് എന്താണ്? ആരാണ്? ഔദ്യോഗിക നാമം എന്താണ്? കമന്റ്സ് വരുന്നില്ല. ഔദ്യോഗിക നാമം എന്താണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം. ഏതാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ആണ്, ട്രിവാൻഡ്രം ആണെന്നും കൂടി ഓർത്തു വെക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച ആരാണ്? ഏത് കമ്പനിയാണ്? അതാണ് അദാനി പോർട്ട്. ഏതാണ്? അദാനി പോർട്ട്. ഓക്കെ ആണോ? സെറ്റാണോ? സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗമല്ലേ ടീച്ചറെ കടൽ എന്ന് പറയുന്നത്? പക്ഷേ ഈ സർഗാസോ കടലിന് 4 വശവും അതിരില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ ആണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ് മക്കളെ? ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി അല്ലെ? മുന്ദ്രി അല്ല, ഓപ്ഷൻ ഡി അല്ലേ? മുന്ദ്രി അല്ലേ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണെന്നും കൂടി ഓർത്തു വെക്കുക. എവിടെയാണ്? ഗുജറാത്തിലാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഈ ഗംഗാവാരം എന്താണ്? ഗംഗാവരം
ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ, ആന്ധ്രാപ്രദേശിലാണ്. ഗംഗാവാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ആൽബദർ പോർട്ട് ഏതാണ്? ഏറ്റവും ആഴം കൂടിയ ആൽബദർ പോർട്ടാണ് ഏത്? ഈ ഗംഗാവരം എന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണോ? കൃഷ്ണപട്ടണം എന്താണ്? അത് നെല്ലൂരിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിന് നെല്ലൂർ എന്ന് പറഞ്ഞ ജില്ലയിലാണ് കൃഷ്ണ എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റാണോ? അതുപോലെ സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കപ്പെട്ട ആഴജല തുറമുഖം ഏതാണ്? സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കപ്പെട്ട ആഴജല തുറമുഖമാണ് ഏത്? ഈ കൃഷ്ണ എന്ന് ഓർത്തു വെക്കുക കേട്ടോ. സെറ്റാണോ? ഇന്ത്യയുടെ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഗംഗാവരം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ആൽബദർ പോർട്ടാണ് ഗംഗാവരം ട്ടോ. ഓക്കെ ആണോ? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഴിമല അല്ലെ? എവിടെയാണ്? ഏഴിമല എവിടെയാണ്? കണ്ണൂരാണ് അല്ലെ? ഏഴിമല കണ്ണൂരാണെന്നും കൂടി ഓർത്തു വെക്കുക. കൊച്ചി എന്താണ്? കൊച്ചി ദക്ഷിണ കമാൻഡിന്റെ ആസ്ഥാനം അല്ലെ? ദക്ഷിണ കമാൻഡിന്റെ ആസ്ഥാനമാണ് കൊച്ചി എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതുപോലെ തന്നെ ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഏത് പേരിലാണ്? ഹിൻലാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഹിൻലാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? സെറ്റാണോ? അതുപോലെ ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം ഏതാണ്? ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം ഒരു പ്രദേശത്തിന്റെ പേരിൽ എന്താണ്? ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് ഹിൻഡർലാൻഡ്. ഹിൻഡർലാൻഡ് ആണ്. അപ്പൊ ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖമാണ് കൊൽക്കത്ത. ഏതാണ്? കൊൽക്കത്ത. ഓക്കെ ആണോ? ഇതെന്താ പോവാത്തത്? അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? 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 കമന്റ് ചെയ്തേ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതാണ്? 25ാമത്തെ ഫാക്ട് ആണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഫാക്ട് ആണോ? അല്ല. ഏതാണ്? ഇന്ത്യൻ റെയിൽവേ അല്ലെ? ഇന്ത്യൻ റെയിൽവേ അല്ലേ? അല്ലേ? റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. എത്രയാണ്? 4ാം സ്ഥാനമാണ് കൊടുത്തത്. ഏതൊക്കെയാണ്? USA ഉണ്ട്, ചൈനയുണ്ട്, റഷ്യ, അത് കഴിഞ്ഞാണ് ഇന്ത്യ. ഏതൊക്കെയാണ്? USA, ചൈന, പിന്നെ റഷ്യ, അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഇന്ത്യ കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല പേര് നാമം എന്തായിരുന്നു? നാമം എന്തായിരുന്നു ആദ്യകാല പേര്? ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഏതാണ്? നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലെ? ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നാണ് ആദ്യകാല നാമം എന്ന് ഓർത്തു വെക്കുക. ആരാണ് ഇന്ത്യൻ അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഗതാഗത തുടക്കം കുറിച്ച ഭരണാധികാരി ആരായിരുന്നു? ആരായിരുന്നു തുടക്കം കുറിച്ച്? ഡൽഹൌസി പ്രഭു അല്ലെ? നമുക്കറിയാലോ ഇതൊക്കെ. ഡൽഹൌസി പ്രഭു അല്ലെ? ഏഴിമല കണ്ണൂർ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഡൽഹൌസി അല്ലേ? ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് ആസ്ഥാനം? ബറോഡ ഹൗസ്, ന്യൂഡൽഹിയാണ്. ഏതാണ്? ബറോഡ ഹൗസ്, ന്യൂഡൽഹിയാണ്. ഏതാണ്? ബറോഡ ഹൗസ്, ന്യൂഡൽഹിയാണ്. ഭാഗ്യചിഹ്നം എന്താണ്? ഭാഗ്യചിഹ്നം എന്താണ്? ബോലു എന്ന ആനക്കുട്ടിയാണ്. എന്താണ്? ബോലു എന്ന ആനക്കുട്ടിയാണെന്ന് കൂടി ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്ത വർഷം എപ്പോഴാണ്? ഏത് വർഷമാണ്? 1853
1860 എന്താണെന്നാണ് 61. കമന്റ് ചെയ്തേ. കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ ലൈൻ വന്ന എപ്പോഴാണ്? 1861 അല്ലേ? എവിടെ മുതൽ എവിടെ? ബേപ്പൂർ മുതൽ തിരൂർ അല്ലെ? ബേപ്പൂർ മുതൽ തിരൂർ ആണെന്നും കൂടി ഓർത്തു വെക്കുക. സെറ്റാണോ മക്കള്? സെറ്റാണോ? സെറ്റാണോ? ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റെയിൽവേ ആക്ട് 1890 കേട്ടോ. റെയിൽവേ ആക്ട് 1890 ആണെന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ആദ്യം റെയിൽവേ ലൈൻ ഏതായിരുന്നു ഇന്ത്യയുടെ? ഏതാണ്? 1853 ഏതാണ്? ഏത് റെയിൽവേ? ബോംബെ മുതൽ താന വരെ. ഏതാണ്? ബോംബെ മുതൽ താന വരെയായിരുന്നു കൂടി മനസ്സിലാക്കി. ഇതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാം. എന്നും കൂടി ഞാൻ ഒന്ന് റിവിഷൻ ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ. സെറ്റ് ആണോ? ഇന്ത്യയിലത്തെ മെട്രോ എപ്പോഴാ വന്നത്? കൊൽക്കത്ത എപ്പോഴാ വന്നത്? 1984 കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എത്ര ഫാക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ?